ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് വെച്ചെങ്കിൽ നല്ല ഈസി റെസിപ്പിയാണ്, നല്ല ഈസി ചിക്കൻ കുറുമൻ്റെ റെസിപ്പിയാണ്. അതിലേക്ക് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗ്രാമ്പു, പട്ട, ഏലക്ക, ആവശ്യത്തിന് ഉപ്പ്. ഇതിൽ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. അപ്പോൾ തേങ്ങാപ്പാലാണ് വേണ്ടത്. തേങ്ങാപ്പാലിൻ്റെ 1-ാം പാൽ മാറ്റി വെച്ചതിന് ശേഷം 2-ാം പാലൊന്ന് ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ ചിക്കൻ വേകുന്ന ഒരു 2 വിസിൽ മതി. 2 വിസിൽ വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ ചൂടാക്കി അതിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം 2 സവാള അരിഞ്ഞതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. 3 പച്ചമുളക്, 5-6 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 10 ബദാം കുതിർത്തി തൊലി കളഞ്ഞതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒരു പച്ചമണം മാറുന്നവരെ മാത്രം വഴറ്റിയെടുത്താൽ മതി. അങ്ങനെ ചിക്കൻ നല്ലപോലെ വന്നിട്ടുണ്ട്. ആ വഴറ്റി വെച്ച മിക്സ് നമുക്കൊന്ന് മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ഈ മിക്സ് ചിക്കനിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. നല്ല തിള വന്നതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇതിട്ടതിന് ശേഷം നല്ലോണം വീണ്ടും തിളപ്പിക്കണം. ഈ കുരുമുളകിൻ്റെ മസാല പൊടീൻ്റെ എല്ലാം ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് തിളപ്പിക്കുക. പിന്നെ ആ തിളവെല്ലാം വന്നതിന് ശേഷം നമ്മൾ 1-ാം പാൽ ഒഴിക്കുക. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നല്ലോണം തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒരു തിള വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഒരു കൈപ്പിടി നിറച്ചും മല്ലിച്ചപ്പ്, പിന്നെ ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. 1 സെക്കൻഡ് മതി അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഈ തക്കാളിയെല്ലാം ഒന്ന് വെന്ത് ആ ഒരു തക്കാളിയുടെ പുളിയെല്ലാം ഈ ചിക്കനിലേക്ക് ഇറങ്ങി നമുക്ക് തക്കാളി കടിക്കാനും കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മളെ ടേസ്റ്റി ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.